മത്സ്യകൃഷി പ്രോത്സാഹന പദ്ധതികൾ നടപ്പാക്കുന്നതിൽ പരിമിതികൾ ഉണ്ടെന്ന് സമ്മതിച്ച കുമരകം കാർഷിക സർവകലാശാല. മത്സ്യകൃഷി പരീക്ഷണങ്ങൾക്കായി ശാസ്ത്രജ്ഞരുടെ കുറവുണ്ട്. കൂടുതൽ അളവിൽ മീൻകുഞ്ഞുങ്ങളെ കർഷകർക്ക് വിതരണം ചെയ്യാൻ സാധിക്കുന്നില്ലെന്നും സർവകലാശാല അധികൃതർ വ്യക്തമാക്കി. സംസ്ഥാനത്തെ ചെറുകിട മത്സ്യ കർഷകർ പ്രതിസന്ധിയിലും കടക്കെണിയിലുമാണെന്ന വാർത്ത കഴിഞ്ഞ ദിവസം ന്യൂസ് മലയാളം പുറത്തു കൊണ്ടുവന്നിരുന്നു. സംസ്ഥാന ഫിഷറീസ് വകുപ്പിന്റെ ബയോഫ്ലോക്ക് പദ്ധതി ഉൾപ്പെടെ കർഷകർക്ക് പ്രതികൂലമായി മാറുകയാണ്. ഈ സാഹചര്യത്തിലാണ് മത്സ്യകൃഷി പ്രോത്സാഹന പദ്ധതി നടപ്പാക്കുന്നതിൽ പരിമിതികളുണ്ടെന്ന് കോട്ടയം കുമരകത്തെ കാർഷിക സർവകലാശാല അധികൃതർ സമ്മതിക്കുന്നത്. മത്സ്യകൃഷി പോഷണത്തിന്റെ ഭാഗമായി പരീക്ഷണങ്ങൾ നടത്താൻ നിലവിൽ 3 ശാസ്ത്രജ്ഞർ മാത്രമേ സർവകലാശാലയിലുള്ളൂ. കർഷകർക്ക് വലിയ അളവിൽ മീൻ കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യാൻ സാധിക്കുന്നില്ലെന്നും സർവകലാശാല അധികൃതർ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അഗ്രികൾച്ചർ മെയിനും അതിൻ്റെ ഒരു അലൈഡ് എന്റർപ്രൈസ് സബായിട്ടാണ് ഫിഷറീസ് വരുന്നത്. അപ്പോൾ അത് പോസ്റ്റ് തന്നെ നമുക്ക് ആകെ 3 സയന്റിസ്റ്റേ ഉള്ളൂ. അപ്പോൾ അവരിപ്പോൾ കുമരകത്തുണ്ട്. കാരണം നമുക്കൊരു ഫിഷറീസ് ഓറിയന്റഡ് ഒരു ഇതായിരുന്നു. അവിടുത്തെ സയന്റിസ്റ്റ് ട്രെയിനിങ്സ് ആവശ്യപ്പെടുന്ന അനുസരിച്ച് നടത്തുന്നത്. KVKയിൽ കൂടുതൽ ഡെമോൺസ്ട്രേഷൻസ് ഒക്കെ KVKയിൽ ചെയ്യുന്നുണ്ട്. അവരാണ് ഇവരെ ഡയറക്റ്റ് ഫാമേഴ്സുമായിട്ട് വരുന്നത്. ഉണ്ട് ഡെമോൺസ്ട്രേഷൻസും ട്രെയിനിങ് പ്രോഗ്രാംസും നടത്തുന്നുണ്ട്. ബൾക്ക് റിക്വയർമെന്റ് വരുമ്പം ചിലപ്പോൾ നമുക്കത് മീറ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ട്. നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഉണ്ട് RRS കുമരകത്ത് ചെയ്യുന്നുണ്ട്. ലക്ഷങ്ങൾ മുടക്കി കൃഷി ആരംഭിച്ച കർഷകർക്ക് മികച്ച വിപണികൾ ലഭ്യമാകുന്നില്ല. മീൻ തീറ്റ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളുടെ അമിത വിലയും ഗുണനിലവാരമുള്ള മീൻ കുഞ്ഞുങ്ങളെ ലഭ്യമാകാത്തതും മത്സ്യകൃഷിയെ പ്രതികൂലമായി ബാധിക്കുകയാണ്. നിരവധി ചെറുകിട കർഷകർ കടക്കെണിയിലകപ്പെട്ട് മത്സ്യകൃഷി ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ന്യൂസ് മലയാളം, കോട്ടയം.